Hello, welcome to Rich Chart Talks. Hi everyone, it's me Rahul. Welcome to Rich Chart Talks. നമ്മൾ ഇന്നലെ നല്ലൊരു ട്രേഡിംഗ് സെഷൻ തന്നെ ആയിരുന്നു എല്ലാവർക്കും. കാരണം എന്റെ വീഡിയോ കണ്ട് അനാലിസിസ് ചെയ്ത ആൾക്കാർക്കും പിന്നെ സ്വന്തം രീതിയിൽ അനാലിസിസ് ചെയ്തിട്ട് ഈ പ്രൈസ് ആക്ഷൻ വെച്ച് മനസ്സിലായവർക്കും പിന്നെ 26,000 എന്നൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതിന്റെ മുകളിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂവ്മെന്റ് എവിടെയാണെന്ന് ഒരു എല്ലാവർക്കും അത് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ അനാലിസിസ് വളരെ പെർഫെക്റ്റ് ആയിരുന്നു. ഇത് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഡേ ആയിരുന്നു. നോക്കിക്കഴിഞ്ഞാല് 26,000 എന്ന ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിന്റെ മുകളിൽ ബ്രേക്ക് ചെയ്തപ്പോ അല്ലെ, ഇത് ബ്രേക്ക് ചെയ്ത ഈ ക്യാൻഡില്, നമ്മൾ ക്യാൻഡിലിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടോ നോക്കണം. ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതോ വീഡിയോയിലല്ല. ഇപ്പം ഈ ഒരു ക്യാൻഡില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 100% ആണ് ഇതിനകത്ത്. നമ്മൾ ഒരു ക്യാൻഡിൽ നമ്മൾ 100% എടുക്കുന്നത്. ഓക്കെ, ഒരു ക്യാൻഡിൽ നമ്മൾ ഒരു ഇതൊരു 100 കൂട്ടുക ഇതിനെ. എന്നിട്ട് ഇതിനെ 25 ആയിട്ട് 4ആയി ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്നിട്ട് ഈ ക്യാൻഡിൽ നമ്മൾ നോക്കുക, ഇതിനകത്ത് എത്ര ബയ്യർ ഉണ്ട്, എത്ര സെല്ലർ ഉണ്ട്. അതായത് മുകളിൽ നിന്ന് താഴോട്ടാണ് ക്യാൻഡിലിനെ പുഷ് ചെയ്യുന്നെങ്കിൽ, അതായത് മുകളിലെ വിക്കാണ് കൂടുതൽ, അല്ലെങ്കിൽ മുകളിൽ ഓപ്പൺ ആയിട്ട് താഴോട്ടാണ് ക്ലോസ് ആകുന്നെങ്കിൽ അതൊരു ബിയറിഷ് ക്യാൻഡിലാണല്ലോ. ഓക്കെ, താഴെ ഓപ്പൺ ആയിട്ട് മുകളിൽ, അതായത് കുറഞ്ഞ വിലയിൽ ഓപ്പൺ ആയിട്ട് കൂടിയ വിലയിൽ അവസാനിക്കുന്ന ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. സോ അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാല് അപ്പൊ ഈ ക്യാൻഡിലിനെ 100ആയിട്ട് എടുത്തിട്ട് ഇതിനെ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടം വരെ നോക്കിക്കഴിഞ്ഞാല് ഇതിനകത്ത് ഏകദേശം ഒരു 98% ബയ്യറാണ് അല്ലെ. അപ്പൊ ഈ ക്യാൻഡിൽ തന്നെ നമുക്കറിയാം, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്, ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു 99% 98% ബയ്യർ വന്നിട്ട് ഒരു ക്യാൻഡിൽ കൺഫേം ചെയ്ത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്കറിയാം മാർക്കറ്റ് ബുള്ളിഷ്നെസ് ഉണ്ട്. സോ നമുക്ക് അതിന് വലിയ ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ സെന്ററിൽ നിന്ന് നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, ഇപ്പൊ ചെറിയൊരു ക്യാൻഡിലാണ്, നമുക്ക് അതിന്റെ മുകളിൽ നിന്ന് എൻട്രി എടുക്കാം. ഇപ്പൊ ഒരു വലിയ ക്യാൻഡിൽ ആയതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് അതിന്റെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 26-38 മുതൽ ഏകദേശം 25, ഏകദേശം 10-40-50 പോയിന്റുള്ള ക്യാൻഡിലായിരിക്കും. അത്രയും വലിയ സ്റ്റോപ്പ് ലോസ് നമുക്ക് വെയർ ചെയ്യാൻ കഴിയില്ല. സോ ഞാൻ എപ്പോഴാണ് ഇങ്ങനെയുള്ള ക്യാൻഡിൽ വരുമ്പോൾ ഇതിന്റെ സെന്ററിൽ നിന്നാണ് എൻട്രി എടുക്കുക. ഓക്കെ, കാരണം ഇതിന്റെ സെന്റർ, അതായത് ഇതിന്റെ സെന്റർ വരെ എപ്പോഴും നിങ്ങൾ നോക്കിയാൽ മതി. ഇതിന്റെ ഒരു പകുതി വരെ എപ്പോഴും മാർക്കറ്റ് ഒന്ന് റീട്രേസ് ചെയ്തിട്ടേ മുന്നോട്ട് പോകാൻ ചാൻസ് ഉള്ളൂ. ഇന്നും അതുപോലെ തന്നെ സംഭവിച്ചു. സെക്കൻഡ് ക്യാൻഡിൽ വന്നില്ല, പക്ഷെ 1, 2, 3, 4th ക്യാൻഡിൽ വന്ന് നമ്മുടെ എൻട്രി എടുത്തിട്ട് സ്മൂത്ത് മൂവ്മെന്റ്. ഇവിടുന്ന് എൻട്രി എടുത്തപ്പോൾ നമ്മൾ അതിന്റെ സ്റ്റോപ്പ് ലോസ് താഴെ വെച്ചു. സ്മൂത്ത് മൂവ്മെന്റ് ആയിരുന്നു മുകളിലോട്ട്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമ്മൾ ഇന്നലെ വരച്ചിട്ടുണ്ടായിരുന്നു 26,908. ഓക്കെ, 26,998. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 26,928. ഇന്നലെ വീഡിയോ കണ്ടവർക്ക് അറിയാം, അതൊരു ടാർഗറ്റ് ആണ്. ആൻഡ് 26,100 അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ടായിരുന്നു ഈ റെഡ് ലൈൻ. സോ നമ്മൾ ഇന്നലെ മാർക്കറ്റിൽ പോയി കറക്റ്റ് നമ്മൾ ടാർഗറ്റ് ടാപ്പ് ചെയ്തു. കറക്റ്റ് ടാർഗറ്റ് ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ഒന്ന് റിട്രേസ് ചെയ്തു. ഓക്കെ, സോ ഇറ്റ്സ് എ ഗുഡ് സൈൻ ഫോർ നിഫ്റ്റി. ആക്ച്വലി നിഫ്റ്റി 26,000 എന്നൊരു ഒരു ഇത്രയും സ്ട്രോങ് റെസിസ്റ്റൻസ് നിഫ്റ്റി പാർക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതൊരു നല്ല സൈനാണ്. നിഫ്റ്റി ഓൾ ടൈം ഹൈയിലോട്ടോ അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള ടാർഗറ്റിലോട്ടോ നിഫ്റ്റി പോകാൻ വേണ്ടി പറ്റുന്ന ഒരു ഗുഡ് സൈനാണ്. സോ നമുക്ക് നാളത്തെ എന്താ അനാലിസിസ് ക്ലിയർ ആണ്. ഓക്കെ, 26,098 മുകളിൽ വരികയാണെങ്കിൽ, 26,098 മുകളിൽ വരികയാണെങ്കിൽ നമുക്ക് അടുത്ത എൻട്രി നാളെ ഇവിടുന്ന് എടുക്കാം. ഓക്കെ, മുകളിലോട്ടുള്ള ടാർഗറ്റ്സ് സിമ്പിൾ ആണ്. മുകളിലോട്ടുള്ള ടാർഗറ്റ് അടുത്തത് 26,150, അതായത് 26,150 ആണ് അടുത്ത ടാർഗറ്റ്. നമ്മൾ പുറകോട്ട് നോക്കുകയാണെങ്കിൽ ഓക്കെ, റൗണ്ട് നമ്പർ വെച്ചാൽ മതി. ഓക്കെ, 26,150. അതിന്റെ മുകളിൽ 26,200. ഓക്കെ, 26,150, 26,200. ഇതാണ് മുകളിലോട്ട് വരുന്ന നമ്മുടെ അടുത്ത നെക്സ്റ്റ് ടാർഗറ്റ്സ്. ഓക്കെ, നിഫ്റ്റി ഓൾറെഡി ബാരിയർ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം അത്യാവശ്യം 250 പോയിന്റ് അബോവ്
ആണ് ട്രേഡ് ചെയ്യുന്നത് കേട്ടോ. നിഫ്റ്റി ഏകദേശം 252 പോയിന്റ് അബോവ് ആണ് ട്രേഡ് ചെയ്യുന്നത്. സോ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇന്ന് എൻട്രി എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഗ്യാപ്പ് അപ്പ് ആകുമ്പോൾ തന്നെ ഫസ്റ്റ് ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സിറ്റ് അടിച്ചേക്കാം, ഹോൾഡ് ചെയ്യരുത്. അതല്ല ഗ്യാപ്പ് അപ്പ് എൻട്രി എടുത്തിട്ടില്ലാത്തവരാണെങ്കിൽ വെയിറ്റ് ചെയ്യുക, മാർക്കറ്റ് തിരിച്ചു വരും, തിരിച്ചു വന്നിട്ട് നമ്മുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യും. നമ്മുടെ ഈ ഗ്യാപ്പ് ഇവിടെ ഏകദേശം ഈ റേഞ്ചിലൊക്കെ ഓപ്പൺ ആണ്, ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടായിരിക്കും മുകളിലോട്ട് മാർക്കറ്റ് പോവാം. സോ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആകുമ്പോൾ തന്നെ മാർക്കറ്റിൽ പെട്ടെന്ന് എൻട്രി എടുക്കാതിരിക്കുക. എൻട്രി എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ആവും, സ്റ്റോപ്പ് ലോസ് ആയി കഴിഞ്ഞാൽ ലോസ് വരും, അറിയാമല്ലോ. സോ മാർക്കറ്റിൽ ഒരു 80% നാളെ ഗ്യാപ്പ് അപ്പ് ആയിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഏകദേശം 250 അറൌണ്ട് പോയിന്റ് അപ്പാണ് നിഫ്റ്റി ഉള്ളത്. സോ നമ്മുടെ നിഫ്റ്റി നിൽക്കുന്നത് 2653, നിഫ്റ്റി 26,120 സംതിങ് എത്രയാണ്. സോ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയി. പിന്നെ നാളെ വേറെ കാര്യം കൂടെ ഓർക്കണം, നാളെ സെൻസെക്സിന്റെ എക്സ്പയറി ആണ്. സോ മാർക്കറ്റിൽ ഒരു സൈഡ് വേസ് ടു ബുള്ളിഷ് ആയിരിക്കും. ഓക്കെ, കഴിഞ്ഞ ദിവസം കണ്ട പോലെ ലാസ്റ്റ് അവറിലൊക്കെ ആയിരിക്കും ബുള്ളിങ്നെസ് ഉണ്ടാവുക. അതുവരെ മാർക്കറ്റ് പ്രീമിയം ഡീക്കെ അടിച്ച് താഴെ വന്നിട്ടായിരിക്കും മാർക്കറ്റ് മുകളിലോട്ട് കയറി പോവുക. സോ നിഫ്റ്റി ആണെങ്കിൽ പോലും വലിയ പ്രീമിയത്തിൽ മേടിക്കുന്നതാണ് നല്ലത്. പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യുക, മാർക്കറ്റ് താഴോട്ട് വരാൻ വെയിറ്റ് ചെയ്യുക, താഴോട്ട് വന്നിട്ട് നിങ്ങൾ മുകളിലോട്ട് ട്രേഡ് എടുക്കുക. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ടാർഗറ്റ് മുകളിലോട്ടുള്ള. ജസ്റ്റ് ഞാൻ നമ്മുടെ ഇതിനകത്ത് വരച്ചിടാം. മാർക്കറ്റ് ഇവിടെ വരികയാണെങ്കിൽ, ഈ റേഞ്ചിൽ വരികയാണെങ്കിൽ ഇവിടുന്ന് ട്രേഡ് എടുക്കുക, ഇതിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, ഈ ഒരു രീതിയിൽ ട്രേഡ് ചെയ്യുക നാളെ. ഓക്കെ, കാരണം ഒരിക്കലും ഗ്യാപ്പ് അപ്പില് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ചാടിക്കയറി ട്രേഡ് ചെയ്യരുത്. എപ്പോഴും നമ്മളെപ്പോഴും ആലോചിക്കേണ്ട കാര്യം, നമ്മളൊരു സാധനം മേടിക്കുന്ന ഒരു കടയിൽ പോയാൽ പോലും ഒരുപാട് വിലയാണ്. നമ്മൾ ഇന്നലെ അതിന്റെ വില 100 രൂപയാണ്, നമ്മൾ രാവിലെ അടുത്ത ദിവസം ചെല്ലുമ്പോൾ അതിന്റെ വില 200 രൂപയാണ് നമ്മൾ മേടിക്കുന്നത്. നമ്മളതിന്റെ വില കുറയാൻ വെയിറ്റ് ചെയ്യത്തില്ലേ? സോ സെയിം പ്രൊസീജിയർ. ഓക്കെ, നിങ്ങൾ ഇന്നലെ ഇവിടെ 26,068 രൂപയിൽ കണ്ട സാധനം നാളെ നേരം വിളിക്കുമ്പം അതിന്റെ വില 26,120 ഒക്കെ ആണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അവിടുന്ന് വില കുറയുന്നത് കാണുവാണെങ്കിൽ വില ഏറ്റവും കുറഞ്ഞ വില മേടിക്കുക. അതല്ല, അവിടുന്ന് പ്രൈസ് ആക്ഷൻ നോക്കുക. കാരണം പിന്നെയും വില അവിടുന്ന് കൂടി പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, പ്രൈസ് ആക്ഷൻ നമുക്ക് മനസ്സിലാവും എന്താണ് ക്യാൻഡിൽ. അതായത് അവിടെ രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു റെഡ് ക്യാൻഡിലാ ഫോം. ഇവിടെ ഏകദേശം ഇവിടെ ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് റെഡ് ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ വെയിറ്റ് ചെയ്യാം താഴോട്ട് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവിടുന്ന് നമ്മുടെ എൻട്രി പോയിന്റ് എത്തുന്നവരെ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് അവിടുന്ന് മേടിക്കുക. അതല്ല, നമ്മൾ രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു ഗ്രീൻ ക്യാൻഡിലാണ്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 100% ബയർ ഒരു ഗ്രീൻ ക്യാൻഡിലാണ്, അപ്പൊ വെയിറ്റ് ചെയ്യുക. ആ ക്യാൻഡിൽ ഒന്ന് മുകളോട്ട് പോട്ടെ. അത് കഴിഞ്ഞിട്ട് എന്തായാലും ഒരു ഡിപ്പ് തരും, ഒരു റെഡ് വരും, ഒരു ബിയറിഷ് ക്യാൻഡിൽ വരും. അതിന്റെ സെന്റർ വരെയോ അല്ലെങ്കിൽ അതിന്റെ ഒരു 45% വരെയോ ഗ്രീൻ ക്യാൻഡിൽ വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എൻട്രി എടുക്കുക. അത് കഴിഞ്ഞിട്ട് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സ്റ്റോപ്പ് ലോസ് കറക്റ്റ് ആയിരിക്കും. എവിടെ വെക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. അല്ലാതെ ആദ്യം കയറി എൻട്രി എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ച് പൈസ കളയരുത്. ഓക്കെ, വെയിറ്റ് ചെയ്യണം. സോ ഇതൊക്കെ എക്സ്പീരിയൻസിലാണ് ഞാനും പറയുന്നത്. ഇതേപോലെ ഒരുപാട് തെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിലാവുന്നതുകൊണ്ടാണ്. ഇപ്പം ആദ്യം ട്രേഡ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരുണ്ടാവും, അവരോടല്ല പറയുന്നത്. ഇത് അറിയാത്ത ആൾക്കാരുണ്ടാവും, ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതെല്ലാം ഞാനും ചെയ്ത തെറ്റുകളാണ്. ആ തെറ്റുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് തെറ്റുകൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴും സൈക്കോളജിക്കലായിട്ട് ഇഷ്യൂ വരും, നമ്മൾ ഇപ്പോഴും തെറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, തെറ്റ് ചെയ്യുന്നില്ലെന്ന് പറയുന്നില്ല, ഇപ്പോഴും പറ്റാറുണ്ട് ഇതേപോലെ തെറ്റുകളൊക്കെ. സോ ചെറിയ വിലയിലും മേടിക്കാൻ എപ്പോഴും നോക്കുക, കൂടിയ വിലയിൽ മേടിക്കുക. അത് ചെറിയ വിലയിൽ മേടിക്കുക, കൂടിയ വിലയിൽ വിൽക്കുക. കൂടിയ വിലയിൽ മേടിക്കുക, ചെറിയ വിലയിൽ വിൽക്കുക. ബൈ ഓൺ ഡിപ്പ് ആൻഡ് സെൽ ഓൺ റൈസ്. ഈ കൺസെപ്റ്റ് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. നമ്മൾ വലിയ നല്ല വിലയാണെങ്കിൽ നമ്മൾ ഒരിക്കലും മേടിക്കുന്നില്ല, വില കുറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യും അല്ലെ. അതേപോലെ ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ട്, അത് വിൽക്കാൻ വെച്ചിരിക്കുക, അതിന് നല്ല വില കിട്ടിയാൽ നമ്മൾ കൊണ്ട് വിൽക്കത്തില്ലേ. സോ സെയിം ആണ് മാർക്കറ്റിലും, അത് തന്നെയാണ് മാർക്കറ്റിൽ നടക്കുന്ന കാര്യം. ആ ചെറിയ സൈക്കോളജികളൊക്കെ ഒന്ന് റെഡിയാക്കിയാൽ മതി. സോ നമ്മുടെ 26,980 മുകളിൽ നാളെ മാർക്കറ്റിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ബൈ ചെയ്യുക. 26,150 ഫസ്റ്റ് ടാർഗറ്റ്, 26,200 സെക്കൻഡ് ടാർഗറ്റ്. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ വെയിറ്റ് ചെയ്യാം. മാർക്കറ്റിൽ ബുള്ളിഷ്നെസ് ഇതേപോലെ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഇതേപോലെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വരുന്നവർ വെയിറ്റ് ചെയ്യുക. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ
വെയിറ്റ് ചെയ്യുക, ഒന്ന് മാർക്കറ്റ് താഴോട്ട് വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ റേഞ്ചിൽ വരികയാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ ഇവിടെ തന്നെ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് 26,980 ബൈ ചെയ്യുക. 26,150, 26,200 നമ്മുടെ ടാർഗറ്റ്സ് ഉണ്ട്. അതെല്ലാം നാളെ ഇന്ന് രാത്രി എന്തെങ്കിലും സംഭവിച്ചു, എവിടെയെങ്കിലും ബോംബ് പൊട്ടി, നാളെ ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ആകുന്നതെങ്കിൽ സെല് ചെയ്യാൻ നിൽക്കരുത്. മാർക്കറ്റ് ബുള്ളിഷ് ആണ്. സോ വെയിറ്റ് ചെയ്യാൻ നമ്മുടെ ഈ ലെവലിൽ വരാൻ വേണ്ടിയിട്ട്. ഈ ലെവലിൽ വരുമ്പോൾ വീണ്ടും ബൈ ചെയ്യാം. ഓക്കെ, ഇന്നലെ സംഭവിച്ചത് താഴോട്ടാണ് പോയത്. ലാസ്റ്റ് നിമിഷം കണ്ടില്ലേ, ഞാൻ 2 ദിവസം ലാസ്റ്റ് വീഡിയോയിലെ പറയുന്നുണ്ട് മാർക്കറ്റ് മുകളിലോട്ടായിരിക്കും പോകാനുള്ള ചാൻസ് കൂടുതൽ, മാർക്കറ്റ് ബുള്ളിഷ്നസ് ആണ് കൂടുതൽ. സോ ആ എന്താ പറയാ, ചൊവ്വാഴ്ച അതായത് നമ്മുടെ എക്സ്പയറി ഡേയുടെ അന്ന് വെറുതെ എടുത്ത് പൈസ കളഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇന്നൊരു സുഖമായിട്ട് ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. ഏകദേശം നമുക്ക് ഒരു ലോട്ട് മേടിച്ചാൽ പോലും 2,000-3,000 രൂപ ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രേഡ് ഇന്നുണ്ടായിരുന്നു. സോ ഇതേപോലെ പേഷ്യൻസ് ആയിട്ട് വെയിറ്റ് ചെയ്യുക, അതിന് ട്രേഡ് ചെയ്യുക. ഓക്കെ, നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ. പിന്നെ നാളെ സെൻസെക്സിന്റെ എക്സ്പയറി ആണ്. സോ അത് മാർക്കറ്റിൽ സെൻസെക്സിലുണ്ടെങ്കിൽ നിഫ്റ്റിയിലും അത് കാണാൻ കഴിയും. സോ അത് നോക്കി വേണം ട്രേഡ് ചെയ്യാൻ. രാവിലെ ഓപ്പൺ ആകുമ്പോൾ ആരും ചാടിക്കറി എൻട്രി എടുക്കരുത്. ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒരു 9:30, 9:35 വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, 15 മിനിറ്റ്സ് മാർക്കറ്റ് സെറ്റിൽ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നിട്ട് പ്രൈസ് ആക്ഷൻ നോക്കി ഇതിന്റെ നമ്മുടെ ലെവലിന്റെ മുകളിലാണ് മാർക്കറ്റ്, 26,980 മുകളിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഒബ്വിയസ്ലി ബൈ ചെയ്യുക. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ താഴെ വന്നിട്ട് തിരിച്ച് അതിന് മുകളിലോട്ട് കയറുമ്പോൾ ബൈ ചെയ്യുക. നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ 1:2 വാട്ട് എവർ നിങ്ങളുടെ റിസ്ക് കപ്പാസിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ എക്സിറ്റ് ആവുക. ഓക്കെ, സോ എന്റെ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.